ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ സഹോദരനിൽ നിന്ന് അന്വേഷണ സംഘം ഇന്ന് മൊഴിയെടുത്തു. DNA പരിശോധനയ്ക്കായുള്ള സാമ്പിളും സഹോദരൻ പ്രവീൺ നൽകി. പ്രതി സെബാസ്റ്റ്യനെ കോടതി ഒരാഴ്ചത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി ഇറ്റലിയിലാണ് പ്രവീൺ പത്മനാഭൻ. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അടിയന്തരമായി നാട്ടിലെത്തിയത്. രാവിലെ ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രവീൺ ഹാജരായി. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സഹോദരിയെ കാണാതായതിനെപ്പറ്റി പരാതി നൽകാനിടയായ സാഹചര്യം പ്രവീൺ ഒരിക്കൽ കൂടി വിശദീകരിച്ചു. DNA പരിശോധനയ്ക്കായി ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി സഹോദരന്റെ രക്തസാമ്പിളുകളും ശേഖരിച്ചു. വിളിപ്പിച്ചതാണ്. ബ്ലഡ് സാമ്പിൾ നേരത്തെ എടുത്തിരുന്നു. അതിൻ്റെ ടെക്നിക്കൽ കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഒന്നുകൂടെ ഫ്രഷായിട്ട് വേണമെന്ന് പറഞ്ഞ കാരണം SP അദ്ദേഹം വിളിപ്പിച്ചിട്ട് വന്നു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ വിശദീകരിക്കാൻ പുതിയ കാര്യങ്ങളായിട്ട് എനിക്കറിയാവുന്ന പുതിയ കാര്യങ്ങളൊന്നും ഇല്ല. അതേസമയം ചേർത്തലയിലെ ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ സുഹൃത്ത് റോസമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും. നേരത്തെ ഐഷയുടെ സുഹൃത്താണെന്ന് വെളിപ്പെടുത്തിയ റോസമ്മ പിന്നീട് ഐഷയുമായി കാര്യമായ ബന്ധമില്ലെന്ന് പറഞ്ഞു. എന്നു മാത്രമല്ല, റോസമ്മയുടെ മൊത്തത്തിലുള്ള പെരുമാറ്റത്തിലും ചില സംശയങ്ങളുണ്ട്. സെബാസ്റ്റ്യന്റെ സഹായികളും ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണ്. ഇതിൽ പലർക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ചേർത്തലയിലെ 2 സഹകരണ ബാങ്കുകളിലായി ഉണ്ടായിരുന്ന 2 കോടിയോളം രൂപ ഏതാനും വർഷം മുൻപ് സെബാസ്റ്റ്യൻ പിൻവലിച്ചതിന്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് സെബാസ്റ്റ്യനെ കോടതിയിൽ ഹാജരാക്കി. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രതിയെ ഓഗസ്റ്റ് 12 വരെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടു നൽകി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.